എടാ, ഞാൻ പറഞ്ഞു, നിനക്കൊന്നും പറയാൻ പാടില്ലേ ആ ഇൻസ്പെക്ടറോട് ഒന്ന് മാറിത്തരാൻ? ഞാൻ ഈ വീട്ടിലെ ബഹളത്തിൽ കിടന്ന് വിങ്ങി വിഷമിക്കുകയാണ്. നിനക്കൊക്കെ മനസ്സിലാവുകയില്ലേ? ഇക്കാക്ക, ആ മനുഷ്യൻ സ്ഥലം നോക്കുന്നുണ്ട്. എക്സൈസുകാരും സ്ഥലം നോക്കുന്നുണ്ട്. കുറേ ദിവസം കൂടി ക്ഷമിച്ച് ഇവിടെ താമസിക്കും. അവൻ ഇരുമ്പുപടി കുത്തിപ്പിടിച്ച് ചാടി ചാടി അവൻ്റെ കടയിലേക്ക് പോയി. ഞാനൊരു കൈതച്ചക്കയുടെ പകുതി മുറിച്ചു. തൊലിച്ചെത്തിക്കൊണ്ടിരിക്കുമ്പോൾ പാത്തുമ്മയുടെ ആട് ജനാലയുടെ അടുത്തും പിള്ളേര് വാതിൽക്കലും ഹാജരായി. ഏത്തപ്പഴവും ചുണ്ടില്ല കണ്ണനും നെയ്യും എല്ലാം പുട്ടിൽ ചേർത്ത് കുഴച്ച് പിള്ളേർക്ക് ഓരോ ഉരുള കൊടുക്കും. കൈതച്ചക്കയുടെ ഓരോ കഷ്ണവും. അത് കിട്ടിയാൽ പിള്ളേർ ഒച്ചയുണ്ടാക്കാൻ പോകും. എന്നാൽ അബി, പാത്തുക്കുട്ടി, ലൈല, ആരിഫ, ഖദീജ മുതലായവരെ കാണാതെ ആനിമയുടെ മകൻ സയ്യിദ് മുഹമ്മദ് എൻ്റെ മുമ്പാകെ വന്നു വന്നില്ല എന്ന മട്ടിൽ ചില ചിണുങ്ങൻ പാട്ടുകളുമായി തൂണിൽ പിടിച്ചുകൊണ്ട് നിന്ന് മുഖം കാണിക്കും. അവനൊരു സ്പെഷ്യൽ ഉരുള കൊടുക്കും. പലഹാരം തിന്നിട്ട് പഴത്തൊലിയോ മറ്റും പാത്തുമ്മയുടെ ആടിന് കൊടുക്കും. എന്നിട്ട് കൈ കഴുകി ചായയുമായി വരാന്തയിലെ കസാരയിൽ വന്നിരിക്കും. അപ്പോൾ സ്കൂൾ കുട്ടികൾ പോകുന്നുണ്ടായിരിക്കും. പതിവ് പോലെ പെൺപിള്ളേർ വികാരത്തോടെ തിളങ്ങുന്ന കണ്ണുകളാൽ എന്നെ നോക്കിക്കൊണ്ടിരിക്കും. പെൺകുട്ടിയുടെ ആ സുന്ദര നോട്ടത്തിൽ ഒളിഞ്ഞുകിടന്ന ദിവ്യരഹസ്യം പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. അത് വഴിയേ പറയാം. അന്ന് അബിയും പാത്തുക്കുട്ടിയും പതിവ് പോലെ സ്കൂളിലേക്ക് പോയി. കുറെ കഴിഞ്ഞപ്പോൾ അബി പാത്തു പതുങ്ങി റോഡിൽ നിന്ന് എന്നെ കൈ കാണിച്ചു വിളിച്ചു. എന്താണ് സംഭവം? ഞാൻ ഇറങ്ങി ചെന്നു. പാത്തുക്കുട്ടി ഒരു തെങ്ങിൻ്റെ ചുവട്ടിൽ പതുങ്ങിയിരിപ്പുണ്ട്. ഞാൻ ചെന്നപാടെ അബി പറഞ്ഞു, വലിയ മുത്തപ്പ, പാപ്പ സ്ഥലമായിട്ട് പേഴ്സ മേടിക്കാൻ നിന്ന അരേണ ട്രൗസറിൻ്റെ കീസയിലുണ്ടായിരുന്നു. നീ എന്താ പറയുന്നടാ? ആട് തിന്ന കീസയിലുണ്ടായിരുന്നു. പാത്തുമ്മയുടെ ആട് അരേണ ഹബിലാക്കി. പക്ഷേ ആട് നാണയം തിന്നുമോ? ഞാൻ പറഞ്ഞു, നിങ്ങളിത് ആരോടും പറയണ്ട, പരമ രഹസ്യമായി വെച്ചേക്ക്. അരേണ കിട്ടാൻ വഴിയുണ്ടോ എന്ന് നോക്കട്ടെ. അബി ഓർമ്മിപ്പിച്ചു. ഉമ്മാമ കണ്ടാ തല്ലു, ഒളിച്ചു നിന്നു. ഞാൻ വന്ന് പാത്തുമ്മയോട് 2 കൂടി വാങ്ങിച്ച് അരേണ കൊണ്ടുപോയി അബിക്കും പാത്തുക്കുട്ടിക്കും കൊടുത്ത് അവരെ സ്കൂളിലേക്ക് അയച്ചു. പാത്തുമ്മയുടെ ആട് മുറ്റത്ത് നിൽപ്പുണ്ട്. ഏത് സമയത്തും 2 കാലണകൾ വീണേക്കാം. ഞാൻ കാത്തിരിപ്പായി. പക്ഷേ കൊച്ചു കൊച്ചു ഉണ്ടകൾ വീഴുന്നുണ്ട്. വട്ടത്തിലുള്ള യാതൊന്നും തന്നെ വീഴുന്നില്ല. എന്താ കാരണം? വീഴാതിരിക്കുമോ? എൻ്റെ കണ്ണുകൾ ആടിൻ്റെ പിറകെയുണ്ട്. അങ്ങനെ അങ്ങനെ ഇരിക്കുമ്പോൾ വലിയ ഉത്കണ്ഠയോടെ എന്നെ നോക്കിക്കൊണ്ട് പറ്റം വിദ്യാർത്ഥികൾ റോഡിൽ പോയി. സുന്ദരിമണികൾ. എനിക്ക് സന്തോഷമായി. അവർക്കറിയാം ഞാൻ ആരാണെന്ന്. അതുകൊണ്ടാണ് ഇങ്ങനെ നോക്കിക്കൊണ്ട് പോകുന്നത്. അവർ തമ്മിൽ ഒരു സംവാദം നടക്കും. ഇത് ഞാൻ സുന്ദരമായി ഭാവന ചെയ്തതാണെന്ന് ഓർക്കണേ. ചുരുളൻ മുടിക്കാരി. ആ ചാരുക്കസേരയിൽ മലർന്നു കിടക്കുന്നത് ആരെന്നറിയാമോ? മാൻകണ്ണി. പിന്നെ അറിഞ്ഞുകൂടി? സുപ്രസിദ്ധ സാഹിത്യകാരനായ വൈക്കം മുഹമ്മദ് ബഷീർ. കോകിലവാണി. ഞാൻ എൻ്റെ ആട്ടോഗ്രാഫി ബുക്കിൽ അദ്ദേഹത്തെ കൊണ്ട് എഴുതിക്കുമല്ലോ. പൂച്ചക്കണ്ണി. അത് അയാളൊന്നുമല്ല, ആ ചെറ്റക്കുടിൽ പോയത് വീട് കണ്ടില്ലേ? മധുവാണി. പോടി പൂച്ചക്കണ്ണി, അദ്ദേഹമാണെന്ന് കാണണോ ഇന്നെൻ്റെ ഓട്ടോഗ്രാഫി ബുക്കിൽ അദ്ദേഹത്തെ കൊണ്ട് എഴുതിപ്പിക്കുന്നത്? പൂച്ചക്കണ്ണി. പോടി, എന്നാലൊന്ന് കാണണമല്ലോ. അങ്ങനെ അന്ന് ഉച്ചയ്ക്ക് ഓണം കഴിഞ്ഞ് സ്കൂളിലേക്ക് പോകുന്ന വഴി അവർ എൻ്റെ വീട്ടിലേക്ക് വന്നു. അപ്പോൾ വേറൊരു സംഭവം ഓർമ്മിച്ചു. ഞാൻ മറ്റേ കെട്ടിടത്തിലാണ് അന്ന് താമസിക്കുന്നത്. ഞാൻ വന്ന വിവരം പറഞ്ഞ് സ്കൂൾ ഹെഡ് മാസ്റ്റർ വന്നു പറഞ്ഞു, സ്കൂൾ വാർഷികമാണ്, ഞാനൊന്ന് പ്രസംഗിക്കണം. കുട്ടികൾക്കൊരു ഉപദേശം കൊടുത്താൽ മതി. ഞാൻ പ്രസംഗിക്കാറില്ല. ആ സമയത്ത് ഞാനിവിടെ ഉണ്ടാകാറ് പോലുമില്ല, അദ്ദേഹം പറഞ്ഞു. ഞങ്ങൾ നോട്ടീസിൽ പേരച്ചടിക്കും. ഉണ്ടായെങ്കിൽ വന്നാൽ മതി. നോട്ടീസ് അച്ചടിച്ചു. പേരുമുണ്ട്. ഞാൻ എന്തു ചെയ്യും? മനസമാധാനത്തോടെ വല്ലതും എഴുതാൻ വന്ന ആളാണ്.
അങ്ങനെ ചെടികളുടെ ഇടയിൽ ഞാൻ നിൽക്കുമ്പോൾ ഗേറ്റിന്റെ അഴികളുടെ ഇടയിൽ രണ്ട് കണ്ണുകൾ, ചുരുണ്ട മുടിയുള്ള ഒരു പെൺകുട്ടി. ഞാൻ വിചാരിച്ചു വല്ല മുല്ലപ്പൂവിനോ പിച്ചിപ്പൂവിനോ ആയിരിക്കും. ഞാൻ ചോദിച്ചു, എന്താ? അവൾ പറഞ്ഞു, നോട്ടീസിൽ പേര് അച്ചടിച്ചിട്ടുണ്ട്, ഞങ്ങളോട് പ്രസംഗിക്കണം, വരാതിരിക്കരുത് കേട്ടോ. അപ്പോഴുണ്ടെങ്കിൽ വരാം. പിന്നെ ദിവസവും അവളും മറ്റു പെൺകുട്ടികളും കൂടി ഗേറ്റിനടുത്ത് നിന്ന് വിളിച്ചു പറയും, വരാതിരിക്കരുത് കേട്ടോ. എന്നാൽ ആനിവേഴ്സറിയുടെ തലേ ദിവസം ഞാൻ ഒറ്റ പോക്ക് കൊടുത്തു. പെട്ടിയും കിടകയും ഒന്നും എടുക്കാതെയാണ്, ചുമ്മാ വെറും കൈയോടെ ഉമ്മയോട് മാത്രം പറഞ്ഞു. എന്നിട്ട് വാർഷിക മഹോത്സവം കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം ഞാൻ വന്നു. അന്നു തന്നെ ചുരുണ്ടമുടിക്കാരിയും മറ്റും വന്ന് ചോദിച്ചു, എന്താണ് ഈ കാണിച്ചത്? ഞാൻ പറഞ്ഞു, ഉണ്ടെങ്കിൽ വരാമെന്നല്ലേ പറഞ്ഞിരുന്നത്. നല്ല പുള്ളിയ. അതങ്ങനെ പോയി. പടികടന്നു വരുന്ന പെൺകുട്ടികളിൽ ആ ചുഴൻ മുടിക്കാരി ഉണ്ടോ എന്ന് ഞാൻ നോക്കി. ഇല്ല, എല്ലാവരും വലുതായി പോയിരിക്കണം. എത്ര വേഗമാണ് ഈ പെൺപിള്ളേർ വലുതാവുന്നത്. ഞാൻ അവരുടെ ഓട്ടോഗ്രാഫിൽ എഴുതാനായി പേനയെടുക്കാൻ വിചാരിച്ചു. ഉടനെ തോന്നി, വരട്ടെ, കുറേ നേരം വന്ന് ഇരിക്കട്ടെ അവര്. അവർ വന്നു. എന്നെ നോക്കിയില്ല. അവർ നേരെ ചാമ്പമരത്തിൻ്റെ ചുവട്ടിൽ ചെന്ന് ഉമ്മയോട് എന്തോ പറഞ്ഞിട്ട് എന്തോ കൊടുത്തു. ഉമ്മ തുണിത്തുമ്പിൽ നിന്ന് ഒരു കുന്ന് ചാമ്പങ്ങയെടുത്ത് അവർക്ക് കൊടുത്തു. അവർ ഓരോന്ന് അവിടെ നിന്ന് കടിച്ച് തിന്നുകൊണ്ട് ചാമ്പമരത്തിലേക്ക് കൊതിയോടെ വായിൽ വെള്ളം മുറിച്ചുകൊണ്ട് നോക്കി. കൊതിച്ചു കഴുതകൾ. ഉമ്മയുടെ വൃത്തികെട്ട തുണിത്തുമ്പിൽ കെട്ടിയിരുന്ന ചാമ്പങ്ങയാണ് അവർ കൊതിയോടെ തിന്നുന്നത്. എന്നാൽ വൃത്തിയുള്ള എന്നെ നോക്കിക്കൂടെ കഴുത കൂമ്പാരങ്ങളെ. ഒരു ഞെട്ടലോടെ എനിക്ക് രഹസ്യങ്ങളെല്ലാം വ്യക്തമായി. പെൺപിള്ളേരെ നോക്കിയത് എന്നെ ആയിരുന്നില്ല, ചാമ്പങ്ങയായിരുന്നു കൊതിച്ചുകൾ. പെൺകുട്ടികളെല്ലാം ചാമ്പങ്ങയുമായി പോയപ്പോൾ ഞാൻ ഉമ്മയോട് ചോദിച്ചു, അവരെന്താ ഉമ്മ തന്നത്? ഉമ്മ പറഞ്ഞു, ഒരെണ്ണ. ചാമ്പങ്ങ ആ പെൺപിള്ളേർക്ക് വിൽക്കുകയായിരുന്നോ? പിന്നല്ലാതെ. ഒരെണ്ണയ്ക്ക് എത്ര കൊടുത്തു? 20. കൊള്ളാം, ഞാൻ എത്ര 20 പാത്തുമ്മയുടെ ആടിനെ തീറ്റിയിരിക്കുന്നു. ആ പെൺപിള്ളേര് എന്നെ നോക്കാത്തതിലുള്ള അനാസ്ഥ എന്നെ ഇരുത്തി ചിന്തിപ്പിച്ചു. ആ ചാമ്പമരം ആരാ നട്ടു വളർത്തിയത്? ഉമ്മയോട് ചോദിച്ചു. ഉമ്മ പറഞ്ഞു, ഇത് നീ തളിയാക്കെന്ന് കുരു കൊണ്ടുവന്ന് നട്ടുപിടിപ്പിച്ചതാ. തിരിഞ്ഞോ? തളിയാക്കൽ എന്ന ഒരു ജാക്കംബേറ്റ് ക്രിസ്ത്യാനി കുടുംബം അടുത്തുണ്ട്. അവിടെ തൊമ്മൻ, മാത്തൻ കുഞ്ഞ്, കുഞ്ഞപ്പൻ എന്നീ ഇഷ്ടക്കാരുണ്ട്. അവിടെ നിന്ന് കൊണ്ടുവന്ന് ഞാൻ നട്ടു വളർത്തിയതാണല്ലേ. കഴുതകൾ എന്നെ നോക്കിയില്ല. ഞാൻ ചാടി എണീറ്റ് ഉമ്മയോട് പറഞ്ഞു, ആ ഒരെണ്ണെങ്ങട്. ഉമ്മ അത് ഉടനെ തന്നു. ഞാൻ പോയി ബീഡി വാങ്ങി. എന്നിട്ട് നദിവക്കത്ത് പോയിരുന്നു. പഴയ നദിയെ നോക്കി എന്നെ നോക്കിയിട്ടില്ലാത്ത ആ കൊതിച്ചി പെൺകുട്ടികളെ ഓർത്തു. പുക വിട്ടു. ഹൂ.